ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എൻകാപ്സുലേഷനെ കുറിച്ചാണ് പറഞ്ഞത്. എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി യൂസ് ടു പ്രൊട്ടക്റ്റ് അവർ ഡാറ്റ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ക്ലാസ്സിനകത്തുള്ള വേരിയബിൾസിനെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഇമ്പോസ് സം വാലിഡേഷൻസ് while setting data. And നമുക്ക് encapsulation achieve ചെയ്യാൻ വേണ്ടി first of all we have to make the variables private, then you have to write the getter to access the data, and you have to write the setter to set the data. And this is what last class നമ്മൾ പറഞ്ഞത്. Okay, now we are moving ahead. Actually we are going to discuss about inheritance. Inheritance എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്, ഇൻഹെറിറ്റൻസ്. ഓക്കെ, ദിസ് ഇസ് എ കൺസെപ്റ്റ്. ഇൻഹെറിറ്റൻസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് നമുക്കറിയുന്നതാണ്. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രം യുവർ ആൻസസ്റ്റേഴ്സ്. അതാണ് നമുക്ക് ഇൻഹെറിറ്റൻസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഇൻഹെറിറ്റൻസ് മീൻസ് നമ്മളുടെ ഈ കോണ്ടെക്സ്റ്റിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് വൺ ക്ലാസ് ക്യാൻ acquire or inherit the properties and methods of another class, and can acquire properties and methods of another class. This is what actually inheritance ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്കൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ആക്ച്വലി ഇറ്റ് ഈസ് ആക്ച്വലി ഓഫ് ടൈപ്പ് ഓഫ് സം പാരൻറ്റ് ക്ലാസ്. ആ ഒരു കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസിൽ പറയുന്നത്. ഇവിടെ ദ ക്ലാസ് ദാറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ഈസ് കോൾഡ് പാരൻറ്റ് ക്ലാസ്. ഏത് ക്ലാസ്സിൽ നിന്നുമാണോ ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ പ്രോപ്പർട്ടീസും മെത്തേഡ്സുമാണോ നമുക്ക് കിട്ടിയേക്കുന്നത്, ആ ക്ലാസ്സിനെ നമ്മൾ വിളിക്കുന്നത് പാരൻറ്റ് ക്ലാസ് എന്ന് പറയും. ഓക്കെ, ഇതേപോലെ തന്നെ ആർക്കാണോ കിട്ടിയേക്കുന്നത് അയാളെ നമ്മൾ ചൈൽഡ് ക്ലാസ് എന്നുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ പാരൻറ്റ് ക്ലാസ് എന്ന് പറയും, അതല്ലെങ്കിൽ യു ക്യാൻ ഹാവ് ബേസ് ക്ലാസ് എന്ന് പറയും, അതും അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ ക്ലാസ് എന്ന് പറയാം. ഓക്കെ, ദീസ് ആർ ദ കോമൺ ടേംസ്. ആൻഡ് ചൈൽഡ് ക്ലാസ്സിനെ നമ്മൾ വി കോൾ ഇറ്റ് ആസ് സിംപ്ലി ചൈൽഡ് ക്ലാസ് എന്ന് പറയും. അതല്ലെങ്കിൽ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയാം, ഡിറൈവ്ഡ് ക്ലാസ്. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് ക്ലാസ് എന്ന് പറയാം. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ ബിൽറ്റ് ഇൻ ക്ലാസ്സുകളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നം എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. ദിസ് എ ബിൽറ്റ് ഇൻ ക്ലാസ്. ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത ക്ലാസ്സാണ് ആക്ച്വലി ഇൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സും ഡബിൾ എന്ന് പറയുന്ന ക്ലാസ്സും. ഓക്കെ, ആൻഡ് ദീസ് ആർ ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ദാറ്റ് പാരൻറ്റ് ക്ലാസ് നം എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നുമാണ്. ഓക്കെ, ആൻഡ് ദീസ് ആർ ആക്ച്വലി ബിൽറ്റ് ഇൻ ക്ലാസ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺ ക്ലാസ്സസ് എഴുതാം. ആ ക്ലാസ്സസിൽ നിന്നും ചൈൽഡ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾക്ക് എന്ത് കിട്ടും, ആ പാരൻറ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഒക്കെ എന്തായിരിക്കും, ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് അനിമൽ എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, ദിസ് എ പാരൻറ്റ് ക്ലാസ്, ആൻഡ് ഐ എം ഗോയിങ് ടു ഡിനോട്ട് ഇറ്റ് ആസ് പി. ദിസ് എ പാരൻറ്റ് ക്ലാസ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ ദ അനിമൽസ്, ഡോഗ് എന്ന് പറയുന്നത്, കാറ്റ് എന്ന് പറയുന്നത്, then what about cow എന്ന് പറയുന്നത്, all these are actually derived from this parent class called animal എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ, ക്ലാസ് നെയിംസ് ആക്ച്വലി നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക. ഞാൻ അപ്പോൾ അത് കമൻ്റായിട്ട് എഴുതിയതുകൊണ്ട് സ്മോൾ ലെറ്റർ എഴുതിയാണ്. ഓക്കെ, സോ അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും, വി കോൾ ഇറ്റ് ആസ് child class. That means basically dog is an animal, cat is an animal, bird is another animal, cow is an animal. Okay, and ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഡോഗിൻ്റേതായ ഫീച്ചേഴ്സ് കാണും. പക്ഷേ അതൊരു അനിമൽ ആയതുകൊണ്ട് അനിമൽസിൻ്റെ പ്രോപ്പർട്ടിയും മെത്തേഡ്സും ഒക്കെ എന്തുണ്ടായിരിക്കും, ആ പറയുന്ന അല്ലെങ്കിൽ അനിമൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആർക്ക് കാണും, ഇയാൾക്ക് കാണും. ഇതാണ് ബേസിക്കലി ഈ പറയുന്ന കൺസെപ്റ്റ്. ഇതേപോലെ നമുക്ക് പല എക്സാമ്പിൾ എഴുതാം. ഫോർ എക്സാമ്പിൾ വെഹിക്കിൾ എന്ന് വിചാരിക്കുക. വെഹിക്കിളിൽ കാർ ഒരു വെഹിക്കിളാണ്, ദെൻ ബൈക്ക് ഈസ് അനദർ വെഹിക്കിൾ. ഓക്കെ, ദെൻ ഈവൻ യുവർ ബസ്, എവറിത്തിങ് ഈസ് വെഹിക്കിൾ. ബട്ട് ഓരോന്നിനും അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സ് കാണും. പക്ഷേ ദ പാരൻറ്റ് ക്ലാസ് ഈസ് ആക്ച്വലി വെഹിക്കിൾ. ഓക്കെ, സോ ഇതാണ് എന്ത് ബേസിക്കലി നമ്മളുടെ ഇൻഹെറിറ്റൻസ് എന്നുള്ള കൺസെപ്റ്റ്. ദെൻ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ടേക്ക് അവേ എന്ന് പറയുന്നത് ഇതാണ്, വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്. ആൻഡ് most important, automatically the child class actually automatically it is going to get all the properties in the sense are variables ആണ്, properties
ആൻഡ് മെത്തേഡ്സ്. ആ പാരൻറ്റ് ക്ലാസ്സിലുള്ള ഓൾ ദ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ആർക്ക് അവൈലബിൾ ആയിരിക്കും? ഈ പറയുന്ന ചൈൽഡ് ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ബേസിക് concept about inheritance. And why do actually need inheritance, അല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ആക്ച്വലി വൈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ആക്ച്വലി ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ റെഡ്യൂസ് അഗെയിൻ ഡ്യൂപ്ലിക്കേഷൻ, ഒരു ലെവലും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ റെഡ്യൂസ് ആൻഡ് ഒബ്വിയസ്ലി ഓർഗനൈസ് ചെയ്യാൻ പറ്റും കോഡിനെ. ഇതൊക്കെയാണ് എന്ത് ഈ പറയുന്ന ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ അച്ചീവ് ദിസ് തിങ്, പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ത്രൂ ദ ഇൻഹെറിറ്റൻസ്. ദാറ്റ് മീൻസ് പോളി മീൻസ് ഒന്നിലധികം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്നുള്ളതാണ് പോളി. മോർഫിസം മീൻസ് ബിഹേവിയർ. പോളിമോർഫിസം മീൻസ് ഡിഫറെൻറ്റ് ബിഹേവിയർ ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അതാണ് എന്ത് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ യൂസ് ദിസ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇൻഹെറിറ്റൻസ് എന്താണ്, ആൻഡ് വൈ ഇൻഹെറിറ്റൻസ്, ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഗോയിങ് ടു ഗെറ്റ്, ആൻഡ് വാട്ട് വി കോൾ ഇറ്റ് പാരൻറ്റ് ക്ലാസ്സിനെ. പാരൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്, സൂപ്പർ ക്ലാസ് എന്നൊക്കെയാണ് വിളിക്കുക. ചൈൽഡ് ക്ലാസ് എന്ന് പറയുന്നത് ചൈൽഡ് ഓർ ഡിറൈവ്ഡ് ഓർ സബ് ക്ലാസ് എന്നൊക്കെ പറയും. ഓക്കെ, ദെൻ ലെറ്റ്സ് ഡിഫൈൻ എ ക്ലാസ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്? ഓക്കെ, ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ ക്ലാസ് ഹിയർ. ക്ലാസ് കോൾഡ് പാരൻറ്റ് എന്ന് പറയുന്നൊരു ക്ലാസ് ഞാൻ എഴുതി. ഓക്കെ, ദെൻ ഇറ്റ് ഹാസ് പാരൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ് കാണും. പാരൻറ്റ് പ്രോപ്പർട്ടീസ്, പാരൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ക്ലാസ് കോൾഡ്, നോ ഇറ്റ്സ് എ ക്ലാസ് കോൾഡ് ചൈൽഡ്. ഓക്കെ, ഇതാണ് നമ്മൾ നോർമലി എഴുതുക. പക്ഷേ ഇവിടെ നമുക്ക് ആക്ച്വലി വേണ്ടത് ഈ പാരൻറ്റ് ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും ആർക്ക് കിട്ടണം? ഈ ചൈൽഡ് ക്ലാസ്സിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഹെറിറ്റൻസ് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത്, വി ആർ ഗോയിങ് ടു യൂസ് ദിസ് കീവേഡ് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ്. Then what is a class? It is actually extended from. It is extended from the class called parent, and this is how you write your inheritance. You achieve your inheritance and use the keyword extends. Okay, then ഇവിടെ എന്തുണ്ടായിരിക്കും? ഇവിടെ ആക്ച്വലി ഈ പറയുന്ന ആളുടെ, ഈ പറയുന്ന ചൈൽഡ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇയാൾ ഈ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത ആളായ കൊണ്ട് ഈ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും കൂടി ആർക്ക് അവൈലബിൾ ആണ്? ഈ ക്ലാസ്സിന് അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മളുടെ ചൈൽഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഇയാളെയാണ് നമ്മൾ സൂപ്പർ ക്ലാസ് ഓർ ബേസ് ക്ലാസ് ഓർ പാരൻറ്റ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നേരത്തെ പറഞ്ഞ അനിമൽ എടുത്ത് നോക്കാം. ക്ലാസ്, യു ക്യാൻ ഹാവ് അനിമൽ ലൈക്ക് ദിസ്. Okay, animal can have a property called name, string name. Okay, then ഞാനൊരു അനിമലിൻ്റെ കൺസ്ട്രക്ടർ എഴുതുന്നുണ്ട്. ആൻഡ് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടർ എഴുതി. ആൻഡ് ദിസ് ഈസ് എ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ദെൻ അനിമൽ ഹാസ് എ മെത്തേഡ്, ആൻഡ് ഈറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ദെൻ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പ്രിൻ്റ് എഴുതുന്നുണ്ട്. പ്രിൻറ്റ് അനിമൽ ഈസ് ഈറ്റിംഗ് എന്ന് എഴുതി. ഓർ യു ക്യാൻ കോൾ യുവർ ദാറ്റ് നെയിം, ഏത് അനിമലാണ് ഈറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സോ യു ക്യാൻ സിംപ്ലി $നെയിം. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഈ ഏത് ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് കിട്ടും? ഇപ്പോൾ ഡോഗ് ആണെങ്കിൽ ഡോഗ് ഈസ് ഈറ്റിംഗ് എന്ന് വിളിക്കും. അതായത് ആ ഒബ്ജക്റ്റ് ഡോട്ട് ഈറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുവർ പാരൻറ്റ് ക്ലാസ്. ദെൻ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് അനദർ ചൈൽഡ് ക്ലാസ് ദാറ്റ് ഈസ് ആക്ച്വലി എക്സ്റ്റെൻഡഡ് ഫ്രം അനിമൽ ക്ലാസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിന് പുറത്തിറങ്ങി എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ് ഡോഗ്. ഓക്കെ, ഡോഗ് എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചു. ആൻഡ് എക്സ്റ്റെൻഡഡ് ഫ്രം അനിമൽ. ഓക്കെ, ദെൻ ഓക്കെ, ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി വേണ്ടത് യു ഹാവ് ടു കോൾ വാട്ട്. ഇവിടെ ഒരു എറർ നിങ്ങൾക്ക് കാണാം. ഇവിടെ കണ്ടില്ല, ദ സൂപ്പർ ക്ലാസ് അനിമൽ ഡസൻ ഹാവ് എ 0 ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ എന്ന് കാണാം. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ മാൻഡേറ്ററി ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? അനിമൽ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് മസ്റ്റായിട്ടും എന്ത് വേണം?
അതിനൊരു പേരുണ്ടായിരിക്കണം. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത വേറൊരു ചൈൽഡ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള ഈ ക്ലാസ്സിൽ ദിസ് ഈസ് ആക്ച്വലി ദ സൂപ്പർ ക്ലാസ്. ഈ സൂപ്പർ ക്ലാസ്സിലെ കൺസ്ട്രക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വി ആർ ഗോയിങ് ടു കോൾ ഹിയർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഞാൻ ഡോഗിൻ്റെ കൺസ്ട്രക്ടർ എഴുതി. ഡോഗിൻ്റെ കൺസ്ട്രക്ടർ എഴുതുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്ട്രിങ് നെയിം എന്ന് ഞാൻ കൊടുത്തു. ആൻഡ് ഇവിടെ ഞാൻ പറയുകയാണെന്ത്, ഐ എം ഗോയിങ് ടു യൂസ് എ സൂപ്പർ കീവേഡ്. ദെൻ എന്ത് ചെയ്യണം, പാരൻറ്റ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു, നെയിം എന്ന് ഞാൻ കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ ക്രിയേറ്റ് ആവുന്നത്, ആൻഡ് യു ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എന്തായിരിക്കും, ഡോഗ് ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ അനിമൽ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ആർക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ ക്യാൻ ഹാവ് ഓൺ മെത്തേഡ്. ഇവിടെ ഞാൻ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ എന്ത് കൊടുക്കുകയാണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ക്ലാസ്സിൽ ഇതിൻ്റേതായ ഡോഗ് ഈസ് ആക്ച്വലി ബാർക്കിംഗ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രിൻറ്റ്, ഓക്കെ, ദെൻ ഡോളർ നെയിം എന്ന് കോൾ ചെയ്തു, ഈസ് ബാർക്കിംഗ്. ഓക്കെ. സോ ഇനി നമ്മൾ ഇതെങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സ്റ്റെൻസ് കീവേഡ് ഉപയോഗിച്ചൊരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഹൗ ക്യാൻ യു യൂസ് ദിസ്? അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ലെറ്റ് മീ ഗോ ടു മൈ മെയിൻ ഡോട്ട്, ദെൻ ഐ എം ഗോയിങ് ടു റിമൂവ് എവറിത്തിങ് ഫ്രം ഹിയർ. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ദിസ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ആക്ച്വലി അവിടെ ഇമ്പോർട്ട് ഹാപ്പൻ ചെയ്തിട്ടുണ്ട് ആ ഫയലിൽ നിന്നും. ഈ ഇൻഹെറിറ്റൻസ് ഡോട്ടിലാണ് ആക്ച്വലി എന്ത് കിടക്കുന്നത്, നമ്മൾ ഡോഗ് ക്ലാസ്സൊക്കെ കിടക്കുന്നത്. ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, ഡോഗ് എന്ന് കോൾ ചെയ്തു. ഡോഗ് എന്ന് കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഗിവ് എ നെയിം, ആൻഡ് യു ക്യാൻ ഗിവ് എ നെയിം, സം നെയിം. ഐ എം ഗോയിങ് ടു ഗിവ് സം നെയിം ബ്രൂണോ. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി ഡോട്ട് എന്ത് വിളിക്കാം, ഡോഗിൻ്റെ ഒബ്ജക്റ്റാണ്, ഡി ഡോട്ട് ഈറ്റ് കോൾ ചെയ്യാം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി ഡോട്ട് യു ക്യാൻ ഹാവ് ബാർക്ക് എന്ന് പറഞ്ഞ് കോൾ ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഡി ഡോട്ട് ഈറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം ഈ ദറ്റ് പാരൻറ്റ് ക്ലാസ്. അതായത് ഈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് പാരൻറ്റ് ക്ലാസ്സിലുള്ളതാണ്. അത് നമുക്ക് ഈ ഡോഗ് ഒബ്ജക്റ്റിൽ അവൈലബിൾ ആയി. അതേപോലെ തന്നെ ഡി ഡോട്ട് ബാർക്ക് എന്ന് പറയുന്നത് ഡോഗ് ക്ലാസ്സിലുള്ള ഓൺ മെത്തേഡാണ്. അപ്പോൾ അതും നമുക്ക് എവിടെ അവൈലബിൾ ആയിരിക്കും, നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി യുവർ പാരൻറ്റ് മെത്തേഡ്. ഇത് പാരൻറ്റ് മെത്തേഡാണ്, ഇത് ചൈൽഡ് മെത്തേഡാണ്. ഓക്കെ, ഐ മീൻ ദിസ് ഈസ് കമ്മിങ് ഫ്രം ദ ചൈൽഡ് ക്ലാസ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഇറ്റ്സ് ആക്ച്വലി മെയിൻ ഡോട്ട്. ഓക്കെ, ഞാൻ ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൂണോ ഈസ് ഈറ്റിംഗ് എന്ന് കിട്ടും, ആൻഡ് ബ്രൂണോ ഈസ് ബാർക്കിംഗ് എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത് നമ്മളുടെ എങ്ങനെയാണ് എക്സ്റ്റെൻസ് കീവേഡ് ഉപയോഗിച്ച് ഇൻഹെറിറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ സൂപ്പർ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിച്ചിരുന്നു, ആൻഡ് നമ്മളിവിടെ വി യൂസ്ഡ് എ കീവേഡ് സൂപ്പർ. ദിസ് ഇസ് എ കീവേഡ്. വാട്ട് ഈസ് ദാറ്റ്? സൂപ്പർ ഈസ് ആക്ച്വലി യൂസ്ഡ് ടു കോൾ ദ പാരൻറ്റ് ക്ലാസ് കൺസ്ട്രക്ടർ. പാരൻറ്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചത്. ആൻഡ് അപ്പോൾ നമ്മൾ പാരൻറ്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ നമ്മളിവിടെ കോൾ ചെയ്യുമ്പോൾ ഈ പാരൻറ്റ് ക്ലാസ്സിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വി ഹാവ് ടു പാസ് ഹിയർ. ഇവിടെ നമ്മൾ പാസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഇവിടെ പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മസ്റ്റായിട്ടും പാസ് ചെയ്യേണ്ട ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പാസ് ഹിയർ. സപ്പോസ് വി ഹാവ് സം, ലെറ്റ്സ് ഹാവ് int age, okay, and comma, I have an optional thing here, this dot age, okay, and I pass it, and age is nullable, so you can put a null value here, okay, and ഇങ്ങനെ ഞാൻ പാസ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ there is no error here because this thing is optional, but you can have, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, I am going to have സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ വന്നിട്ടൊരു കോമ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വി ഹാവ് ടു ഹാവ് ഏജ് കോളൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഏജ് എന്ന് ഞാൻ കോൾ ചെയ്തു. ഓക്കെ, നൗ ഇനി നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ആക്ച്വലി ഇത് ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് നമ്മൾ ഓപ്ഷണലായിട്ടല്ല കൊടുത്തത്, നമ്മളിവിടെ മാൻഡേറ്ററി ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ, ഞാനിത് ഓപ്ഷണലാക്കി.
അപ്പോൾ ഇവിടെ ദിസ് ഈസ് ആക്ച്വലി ഓപ്ഷണൽ, ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് H2 എന്ന് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് ആ ഏജിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഡോളർ ഏജിനെ ആക്സസ് ചെയ്തു. നൗ ലെറ്റ്സ് റൺ ദിസ്. നൗ യു ഗോട്ട് 2 ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ പാരൻറ്റ് ക്ലാസ് കൺസ്ട്രക്ടറിലുള്ള പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സൂപ്പർ ഈസ് ആക്ച്വലി യൂസ് ടു കോൾ ദ പാരൻറ്റ് ക്ലാസ് കൺസ്ട്രക്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ദ ചൈൽഡ് മസ്റ്റ് പാസ് ദ റിക്വയർഡ് വാല്യൂസ്, അതായത് റിക്വയർഡ് ആയിട്ടുള്ള പാരാമീറ്ററുകൾ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, യു ഹാവ് ടു പാസ്. ഇഫ് ദർ ഈസ് ഓപ്ഷണൽ, നിങ്ങൾക്ക് അതും കൂടി ഇവിടെ ആക്സസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ദാറ്റ് വേരിയബിൾസ്. അത് കീപ്പ് ചെയ്യാനുള്ള വേരിയബിൾസും നമ്മൾ എവിടെ ഉണ്ടായിരിക്കണം, ഇവിടെ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഓപ്ഷണൽ പാരാമീറ്റർ ആകുമ്പോൾ അത് നെയിംഡ് ആണ്, ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പാസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇനി നേരത്തെ പറഞ്ഞു ഇൻഹെറിറ്റൻസ് നമുക്ക് കോഡ് ഓർഗനൈസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും, പോളിമോർഫിസം കൊണ്ടുവരാം. ഞാൻ ഇത് മൊത്തം ഒന്ന് കളയുന്നുണ്ട്. ലെറ്റ്സ് റൈറ്റ് ദിസ് അനിമൽ ക്ലാസ് അഗെയിൻ. ഒന്ന് മോഡിഫൈ ചെയ്തതാണ്. അനിമൽ എന്ന് പറയുന്ന ക്ലാസ് അഗെയിൻ എഴുതി. ആൻഡ് സപ്പോസ് വി ഹാവ് വോയിഡ് സൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് പ്രിൻറ്റ്. ഓക്കെ, ആൻഡ് ഞാനിവിടെ പറയുകയാണെന്ത്, അനിമൽ മേക്സ് സൗണ്ട് എന്നെഴുതി. ഓക്കെ, ആൻഡ് ഇനി ഇതിൻ്റെ താഴെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഡോഗ് ക്ലാസ്, ഡോഗ് ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം അനിമൽ. ഓക്കെ, ബേസിക്കലി ഈ ഡോഗ് ഒബ്ജക്റ്റിന് ഇവിടെ കറ ഉണ്ടായിരിക്കും, കാരണം നമ്മളവിടെ എന്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഡോഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ഡി ഡോട്ട് സൗണ്ട് എന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ആക്സസ് ചെയ്തു. ആൻഡ് യു ഗെറ്റ് അനിമൽ മേക്ക് സൗണ്ട് എന്ന് കിട്ടി. ആൻഡ് അനിമൽ മേക്ക് സൗണ്ട് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിവിടെ കാണാം. പക്ഷേ let me make another class here. I'm going to have cat c equal to no cat allalo dog alle. Okay, let's create another class here. And ideypole njan endu cheyanu, I'm going to create one more class, and this is called cat, that is extended from same animal class. appo njan ivide cat class inde oru object undaki, cat c equal to again cat ennu ezhuthi. Okay, ഇവിടെയും എന്തുണ്ട്, ഇവിടെയും ആക്ച്വലി എന്ത് നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്, സി ഡോട്ട് സൗണ്ട് ആക്സസിബിൾ ആണ്. ലൈക്ക് ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഫ്രം യുവർ പാരൻറ്റ് മെത്തേഡാണ് ഇത് രണ്ടും. ഇതും പാരൻറ്റ് മെത്തേഡാണ്, ഇതിൻ്റെ പാരൻറ്റ് സെയിം ക്ലാസ് ആയതുകൊണ്ട് ആ മെത്തേഡാണ്. പക്ഷേ ഇത് രണ്ട് റൺ ചെയ്താലും നമുക്കിവിടെ കാണാം അനിമൽ മേക്ക് സൗണ്ട് എന്ന് കാണാം. ആക്ച്വലി ക്യാറ്റ് ഈസ് മേക്കിംഗ് സം മ്യാവ് സൗണ്ട് ആൻഡ് ഡോഗ് ഈസ് ആക്ച്വലി മേക്കിംഗ് സം ബൗ സൗണ്ട്. സോ അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആക്ച്വലി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, പോളിമോർഫിസം എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് ഈ ക്ലാസ്സിൽ വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതേപോലെ തന്നെ ഈ ക്ലാസ്സിൽ വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു റൈറ്റ് ദ സെയിം മെത്തേഡ്. ഈ സെയിം മെത്തേഡിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനകത്ത് കൊണ്ടെഴുതി, ഇവിടെയും കൊണ്ടെഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ഡി ഡോട്ട് സൗണ്ട് ആൻഡ് സി ഡോട്ട് സൗണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഡി ഡോട്ട് സൗണ്ട് ആക്സസിബിൾ ആണ്. പക്ഷേ വി ഡോണ്ട് നോ എക്സാക്ട്ലി ഇത് പാരൻറ്റ് ക്ലാസ്സിൽ നിന്നാണോ ചൈൽഡ് ക്ലാസ്സിൽ നിന്നാണോ എന്നുള്ള കാര്യം നമുക്ക് ആക്ച്വലി അറിയില്ല. ദിസ് ഇസ് ആക്ച്വലി രണ്ടിലും എല്ലായിടത്തും ആ സെയിം മെത്തേഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ബിഹേവിയർ നേരത്തെ പറഞ്ഞ പോളിമോർഫിസം എന്ന് പറയുന്ന ആ ഒരു ബിഹേവിയറൽ ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് വേണ്ടത് അനിമൽ മേക്ക് സൗണ്ട് എന്നതിന് പകരം നമുക്കിവിടെ എന്ത് വേണം, ഡോഗ് ബാക്സ് എന്ന് വേണം ഇതിനകത്ത്. അല്ലെങ്കിൽ ക്യാറ്റ്, അല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്തു, ഈ ഒരു സൗണ്ട് ഉണ്ടാക്കി. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ഈ ഒരു സൗണ്ട് ഉണ്ടാക്കി. ഓക്കെ, പക്ഷേ ഇനി ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, യു വിൽ ഗെറ്റ് ബൗ ആൻഡ് മ്യൂ എന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് എവിടെ നിന്ന് വന്നാണ്, ഇതിനകത്തുള്ള ഈ മെത്തേഡിൽ നിന്ന് വന്നതാണ് ആക്ച്വലി. പക്ഷേ ഇത് പോളിമോർഫിസം അല്ല, ഈ മെത്തേഡിനെ കോൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ സെയിം മെത്തേഡ്
ഓവർ റൈഡ് ഇത് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂസ് എ കീവേഡ്. ഇവിടെ നമ്മുടെ ഡോഗ് അവിടെ, ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഇത് നമ്മൾ ഫ്ലട്ടറിൽ നമ്മൾ സാധാരണ കാണുന്നതാണ്, അറ്റ് ഓവർ റൈഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അറ്റ് ഓവർ റൈഡ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും അറ്റ് ഓവർ റൈഡ് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് മീൻസ് നൗ ഇറ്റ് ഈസ് പോളിമോർഫിസം. അതായത് ഈ മെത്തേഡ് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ആക്ച്വലി ഇവിടെ കോൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ എന്തായിരിക്കും, ഇത് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, ഇത് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഡോണ്ട് വറി. ഇതിനെ ഒന്നുകൂടി ഇൻഡെപ്ത് ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പോളിമോർഫിസം അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റ്റെൻസ് കീവേഡ് ഉപയോഗിച്ചിട്ട് പാരന്റ് ക്ലാസ് എന്നിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കും. എന്നിട്ട് ആ ചൈൽഡ് ക്ലാസ്സിൽ അറ്റ് ഓവർ റൈഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർ റൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് വെൻ ടു യൂസ് ഇൻഹെറിറ്റൻസ്. എപ്പോഴാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കേണ്ടത്? ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വെൻ ടു യൂസ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ വെൻ ടു യൂസ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈപ്പ് റിലേഷൻ ഉണ്ടായിരിക്കണം, ഈസ് എ എന്ന് പറയുന്ന റിലേഷൻ. ഓക്കെ, ഈ ഒരു റിലേഷനാണ് നിങ്ങളുടെ പാരൻറ്റും ചൈൽഡും തമ്മിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിത് ജനറിക്കായിട്ട് എഴുതിയ ചൈൽഡ് ഈസ് എ ടൈപ്പ് ഓഫ് പാരൻറ്റ്, ഈ രീതിയിൽ ചൈൽഡ് ഈസ് എ ടൈപ്പ് ഓഫ് പാരൻറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള റിലേഷൻ. ഇപ്പോൾ നമ്മൾ എഴുതിയ അനിമൽ, ഡോഗ് ഈസ് എ ടൈപ്പ് ഓഫ് അനിമൽ. ഇപ്പോൾ നമ്മൾ എഴുതിയ എക്സാമ്പിൾ പ്രകാരം ഇങ്ങനെയാണ്, ഡോഗ് ഈസ് എ ടൈപ്പ് ഓഫ് അനിമലാണ്. അപ്പോൾ ഈസ് എ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് കൊണ്ടുവരാം. ഓക്കെ, പക്ഷേ എപ്പോഴായിരിക്കും നമ്മളിത് ഉപയോഗിക്കാതിരിക്കുക? വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുണ്ട്, ദർ ഈസ് എ കാർ ഹാസ് ആൻ എൻജിൻ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. എൻജിൻ ഹാസ് ആൻ എൻജിൻ, ഇതെന്തല്ല ആക്ച്വലി, ഇത് ഇൻഹെറിറ്റൻസ് അല്ല. കാർ ഹാസ് ആൻ എൻജിൻ ബട്ട് കാർ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് എൻജിൻ. അപ്പോൾ ഈ സമയത്ത് എന്തല്ല, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഇൻഹെറിറ്റൻസ് അല്ല, ഇത് വേറെയാണ് ഇൻഹെറിറ്റൻസ്. ദിസ് ഈസ് നോട്ട് ആൻ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ദർ ആർ അതർ വേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ എവിടെയാണ് ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുക എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈസ് എ ടൈപ്പ് റിലേഷൻഷിപ്പ് ഉള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുക, വി ആർ ആക്ച്വലി യൂസിങ് ദ ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇനി ഡാർട്ടിൽ ആക്ച്വലി നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതിൽ ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാം. സിമ്പിൾ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്, സിമ്പിൾ ഇൻഹെറിറ്റൻസ് ആണ് ഇപ്പോൾ എഴുതിയത്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ഹാവ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഓക്കെ, then you can have multi-level inheritance ഉണ്ട്. Okay, and these are the different types of inheritance. Simple inheritance എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡ് ക്ലാസ് ഒരു പാരന്റ് ക്ലാസ്സിൽ നിന്നും എന്ത് ചെയ്തേക്കുന്നതാണ്, ഇൻഹെറിറ്റ് ചെയ്ത് വന്നേക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിമ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ മൾട്ടി ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് അതിന് മൾട്ടിപ്പിൾ പാരൻറ്റ് പോസിബിൾ ആണ്. ആ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ക്ലാസ് അതിൻ്റെ പാരൻറ്റ് ക്ലാസ് അതിൻ്റെയും പാരൻറ്റ് ക്ലാസ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതുന്നതിനാണ് എന്ത്, മൾട്ടിപ്പിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡാർട്ട് എന്ത് ചെയ്യില്ല, ഡാർട്ട് വോണ്ട് സപ്പോർട്ട് ദിസ്. ഇത് ഡാർട്ട് എന്ത് ചെയ്യില്ല, ഡാർട്ട് സപ്പോർട്ട് ചെയ്യില്ല. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാർട്ടിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ എഴുതാൻ കഴിയില്ല. ദാറ്റ് മീൻസ് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് നിങ്ങൾക്ക് അടുത്ത വേറൊരു ക്ലാസ്സിൻ്റെ പേര് ഇവിടെ എഴുതാൻ കഴിയില്ല. അത് ഡാർട്ട് എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. ബട്ട് ദർ ആർ അതർ വേസ്. നിങ്ങൾക്ക് ആ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് ദർ ആർ അതർ കൺസെപ്റ്റ് ഹിയർ. പക്ഷേ ഇവിടെ എന്ത് സപ്പോർട്ട് ചെയ്യും, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ, ലെറ്റ് മീ റിമൂവ് എവറിത്തിങ് ഫ്രം ഹിയർ. ദെൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എഗെയിൻ ഞാനൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യാണ്, ക്ലാസ് അനിമൽ. ഓക്കെ, അനിമൽ എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോയിഡ് ദാറ്റ് സെയിം ഈറ്റ് മെത്തേഡ്.
then okay, then ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, I can have a print here, simply eating എന്ന് ഞാൻ എഴുതുകയാണ്, eating. Okay, put a semicolon, and this is your parent class. Then ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, I can have a class here that is mammal എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, that is extended from animals. എല്ലാ മാമൽസും ബേസിക്കലി അനിമലാണ്, നമ്മളടക്കം എല്ലാവരും എന്താണ്, അനിമൽസ് ആണ് ആക്ച്വലി. ആ ഒരു കാറ്റഗറിയിൽ പെട്ട സ്പീഷ്യസ് അല്ലെങ്കിൽ കാറ്റഗറി, അതിനകത്ത് ലിവിങ് ഓർഗാനിസം, നോൺ ലിവിങ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ പെട്ട നമ്മൾ അനിമൽ എന്നുള്ള കാറ്റഗറിയിൽ പെട്ടാണ് നമ്മൾ, ഓൾ ദ മാമൽസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് വാക്ക് എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിവിടെ വന്നിട്ട് പ്രിൻറ്റ് വാക്കിംഗ് എന്നെഴുതി. ഓക്കെ, നൗ യു ഹാവ് എ ചൈൽഡ് ക്ലാസ് ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം അനിമൽ ക്ലാസ്. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ക്ലാസ് ഡോഗ് എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം മാമൽ എന്ന് എഴുതുകയാണ്, ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് ദ ബാർക്ക് മെത്തേഡ്, ബാർക്ക്. ഓക്കെ, പ്രിൻറ്റ് ബാക്കിംഗ്. ഓക്കെ, നൗ ഇവിടെ നോക്ക്, അതായത് ഡോഗ് ക്ലാസിൻ്റെ പാരൻറ്റ് മാമലാണ്, മാമൽ ക്ലാസിൻ്റെ പാരൻറ്റ് അനിമലാണ്, ആൻഡ് ദിസ് ഈസ് എ ലെവൽ, മൾട്ടി ലെവൽ. ഇതാണ് ഡോഗ് മാമലിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്, അതുകൊണ്ട് തന്നെ മാമൽ ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടിയൊക്കെ ആർക്ക് ഉണ്ടായിരിക്കും, ഡോഗിന് ഉണ്ടായിരിക്കും. മാമൽ ഈസ് ആക്ച്വലി അനിമലിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്, അതുകൊണ്ട് അനിമൽ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ മാമലിന് കിട്ടും. മാമൽ ക്ലാസ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് ആർക്ക് കിട്ടും, ആ ലെവലിൽ അത് എന്ത് ചെയ്യും, പാസ് ചെയ്ത് എന്തുണ്ടാവും, എല്ലായിടത്തേക്കും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ചൈൽഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ക്രിയേറ്റ് എ ഡോഗ് ഒബ്ജക്റ്റ്, ഡോഗ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോഗ് എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് എന്തൊക്കെ ആക്സസിബിൾ ആയിരിക്കും, ഡോഗ് ഡോട്ട് ബാർക്ക് ആക്സസിബിൾ ആണ്, ദാറ്റ് ഈസ് ഫ്രം ദ ചൈൽഡ് ക്ലാസ്. ഡോഗ് ഡോട്ട് എന്ത് ആക്സസിബിൾ ആയിരിക്കും, ഈറ്റ് ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഡി ഡോട്ട് എന്ത് ആക്സസിബിൾ ആയിരിക്കും, വാക്കും ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, and this is actually from your mammal class, this is from the animal class, and this is from the dog class. അപ്പോൾ ഇതാണ് എന്ത് ആക്ച്വലി എന്ത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാർട്ടിൽ ഒരിക്കലും എന്ത് ഉണ്ടായിരിക്കില്ല എന്ന് ഓർത്തിരിക്കുക, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എവിടെ ഉണ്ടായിരിക്കില്ല, ഡാർട്ട് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഡാർട്ട് എന്ത് സപ്പോർട്ട് ചെയ്യും, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആര് സപ്പോർട്ട് ചെയ്യും, ഡാർട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മളുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.